ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ പറയാൻ പോകുന്നത് 3D കാൽക്കുലേറ്റർ. 3D കാൽക്കുലേഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് ഷീറ്റ്സ് ഒരു ഇത് തന്നെ ഒരു എക്സൽ ഫയൽ തന്നെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, വാട്ടെവർ നമുക്ക് എന്തൊക്കെ പ്രോസസ്സ് നടത്തണമെങ്കിലും ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് ഒരു ഇയർ 1, ഇയർ 2, ഇയർ 3 പിന്നെ ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു വാല്യൂസും വേണം. ഇതെന്താ ചോദിച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് സ്വിച്ചസിൻ്റെ ഉണ്ട്, അങ്ങനെ പ്ലഗ്സിൻ്റെ ഉണ്ട്. സോ നമുക്ക് ഇയർ 1, ഇയർ 2, ഇയർ 3 ഇങ്ങനെ ടോട്ടൽ എടുത്തിട്ട് അതിങ്ങനെ ഈക്വൽസ് ചെയ്തിട്ട് എല്ലാം കൂടി പോയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ടോട്ടലിൽ ഏത് കോളത്തിലാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അവിടെ സം എന്ന് എഴുതുക. സാധാരണ നമ്മൾ എന്താ പറയുക കൂട്ടാറില്ല, അതേപോലെ അഡീഷൻ ചെയ്യാറില്ല, അതേപോലെ ഈക്വൽ ടു സം എന്ന് എഴുതിയ ശേഷം ഫസ്റ്റത്തെ ഷീറ്റിൽ വന്നിട്ട് ഏത് കോളമാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു സെല്ല് ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത്. സോ ക്വാണ്ടിറ്റിയിൽ ഫസ്റ്റത്തെ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇനി എന്ത് ചെയ്യണം, ഷിഫ്റ്റ് അമർത്തി പിടിച്ച ശേഷം എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇയർ ഏതാണ്, ഇയർ 2 അതേപോലെ ഷിഫ്റ്റ് അമർത്തി പിടിച്ച ശേഷം വിടരുത് കേട്ടോ, അതേപോലെ സെലക്ട് ചെയ്യുക. അതേപോലെ ഇയർ 3യും സെലക്ട് ആക്കുക. ഇപ്പം നമുക്ക് എന്തായി, ടോട്ടലിൽ ഈ ഒരു 3 വാല്യൂവും ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സെയിം വാല്യൂ എല്ലായിടത്തും കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ളത് വേണമെങ്കിൽ അതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ആവറേജ് വാല്യൂ ഇപ്പോൾ നമുക്ക് കാണിക്കുകയാണ് 100 ആയിരുന്നു, ഇവിടെ ഒരു 100 ആയിരുന്നു, ഇവിടെ ഒരു 100 ആയിരുന്നു. സോ 3 വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടലിൽ നമുക്ക് എന്ത് കിട്ടി, 300 എന്ന വാല്യൂ കിട്ടി. ഇതാണ് 3D കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ മറ്റേ വാല്യൂസും നമുക്ക് കിട്ടും. ഇത് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ ഒരുപാട് ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ ഏതാണോ നമ്മുടെ പ്രോസസ്സ്, ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈക്വൽ ടു പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രോസസ്സാണ് നമ്മൾ ചെയ്യിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും വാല്യൂ ആഡ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 3 ഷീറ്റ് എവിടെ ഉണ്ടായിരുന്നുള്ളൂ, 4ാമത്തെ ഷീറ്റ് ടോട്ടലാണ്. പക്ഷേ ഇങ്ങനെ ആവില്ല, ഒരുപാട് ഷീറ്റ് മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഓഫ് ഷീറ്റ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആരെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി താങ്ക് യു സോ മച്ച്.